നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമായിരിക്കും. നാം ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, അതുപോലെ തന്നെ സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്. ഇതിനൊന്നും വേണ്ട രീതിയിൽ പ്രതിഫലം ലഭിക്കുന്നില്ല, അതൊന്നും സ്വീകരിക്കപ്പെടുന്നില്ല, അതിന്റെ പ്രതിഫലങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നൊക്കെ. ഇതിന് എന്താണ് പരിഹാരം? എങ്ങനെയാണ് നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും സ്വലാത്തുകളൊക്കെ സ്വീകരിക്കപ്പെടുകയും അതിന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യുക? അതുപോലെ തന്നെ നമുക്ക് പർവ്വത സമാനമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന, അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന ഒരു നല്ല ദിക്റ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത് ഏതാണ്? ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും പറയാറുണ്ട്, ഒരുപാട് ദിക്റുകൾ ചൊല്ലാറുണ്ട്, സ്വലാത്തുകൾ ചൊല്ലാറുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെടുന്നില്ല, അതിൻ്റെ പ്രതിഫലങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല എന്നൊക്കെ. ഉദാഹരണമായി പറഞ്ഞാൽ, വെള്ളിയാഴ്ച ദിവസം 100 സ്വലാത്ത് നാം ചൊല്ലിയാൽ നമ്മുടെ 100 ആവശ്യങ്ങൾ അള്ളാഹു പരിഹരിച്ച് നൽകുമെന്നാണ്, അള്ളാഹു നിറവേറ്റി നൽകുമെന്നാണ്. അതിൽ 70 ആഖിറത്തിലും ബാക്കി ദുന്യാവിലും എന്നൊക്കെ ഹദീസ് ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലിയാലും അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട്. ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്, നാം ഒന്നാമതായിട്ട് നമ്മുടെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ ദിക്റുകൾ മൊഴിയലല്ല, അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ വലിയ ദസ്മിമാലയും കൗണ്ടറും ഒക്കെ പിടിച്ച് നടന്നുകൊണ്ട് ഇങ്ങനെ ദിക്റ് ചെല്ലലല്ല, ഒരുപാട് ഇങ്ങനെ ചെല്ലലല്ല, ഒരുപാട് തവണ ദിക്റ് ചൊല്ലിയത് കൊണ്ടല്ല, സ്വലാത്ത് ചൊല്ലിയത് കൊണ്ടല്ല കാര്യം. അത് നല്ല ഇഖ്ലാസോടുകൂടെ, നല്ല മനസാന്നിധ്യത്തോടുകൂടെ ആത്മാർത്ഥമായി ചൊല്ലിയാൽ അതിന് വലിയ പ്രതിഫലമുണ്ട്. അത് വലിയ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് കാണാനും സാധിക്കുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അള്ളാഹു നമ്മുടെ രൂപത്തിലേക്കോ നമ്മുടെ വസ്ത്രത്തിലേക്കോ നമ്മുടെ ശരീരത്തിലേക്കോ ഒന്നുമല്ല അള്ളാഹു നോക്കുന്നത്, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ ഹൃദയമാണ് നന്നാക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ നല്ല ആത്മാർത്ഥമായിട്ട് നമ്മൾ ദിക്റുകൾ ചൊല്ലിയാൽ, സ്വലാത്തുകൾ ചൊല്ലിയാൽ അത് സ്വീകരിക്കപ്പെടും, ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ ഇഖ്ലാസോടുകൂടെ നമ്മൾ ചൊല്ലുക. അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സ്വർഗം വേണം എന്നൊക്കെ ഉദ്ദേശത്തോടുകൂടെ, നല്ല ഒരു ഉദ്ദേശത്തോടുകൂടെ, നമ്മുടെ ആഖിറം നന്നാകണം എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശത്തോടുകൂടെ ആത്മാർത്ഥമായി നമ്മൾ ചൊല്ലിയാൽ അതിനൊക്കെ പരിഹാരമുണ്ട്, അതിന് പ്രതിഫലം ഉണ്ടാകും, തീർച്ചയാണ്. അതുപോലെ തന്നെ നമ്മൾ പറയാമെന്ന് പറഞ്ഞിരുന്ന, നമുക്ക് പർവ്വത സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ദിക്റുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മഹദിയായ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഹബീബായ തങ്ങൾ പറയുകയാണ്, അലാ ഉഅല്ലിമുകി കലിമാത്തിൻ തഖൂലീനഹുന്ന ഇൻദ കർബ്. നിങ്ങൾക്ക് ഞാൻ കുറച്ച് കലിമത്തുകൾ പഠിപ്പിച്ചു നൽകട്ടെ. നിങ്ങളുടെ വിഷമഘട്ടത്തിൽ അത് നിങ്ങൾ ചൊല്ലിയാൽ അത് ആ വിഷമത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ അതേറെ ഉതകുന്ന ദിക്റാണ്, ഉതകുന്ന കലിമാത്തുകളാണ്, വചനങ്ങളാണെന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഏതാണ് ആ ദിക്ർ? ചെറിയ ദിക്റാണ്. അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ. അള്ളയാണ് എൻ്റെ റബ്ബ്, അള്ളയാണ്. എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് എന്നെ സംരക്ഷിക്കുന്നവൻ, എൻ്റെ രക്ഷിതാവ് റബ്ബാണ്, അള്ളാഹുവാണ്. ഞാൻ അവനുമായി ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. അവൻ ഏകനാണ്. അവൻ ഈ അണ്ടകടാഹം മുഴുവനും സൃഷ്ടിച്ചവനാണ്, ഇതിനെ പരിപാലിക്കുന്നവനാണ്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് അള്ളാഹു. അപ്പോ ഈ ദിക്റ്, ചെറിയ ദിക്റ് നമ്മൾ നിത്യമായി ചൊല്ലിയാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹാരം ലഭിക്കുന്ന നല്ല ദിക്റാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു നൽകുന്നതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ പതിവാക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ എന്നുള്ള ഈ ദിക്റ് നമ്മൾ നിത്യ ജീവിതത്തിൽ പതിവാക്കണമെന്ന് ഉറപ്പെടുത്തുകയാണ്. നമുക്ക് വലിയ വിജയം അതിലൂടെ കരസ്ഥമാകും. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.